ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസമായെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അനിക്കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ അപ്ലോഡ് ആക്കുന്നത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ പടിഞ്ഞാറ് വീട് വരെ ഒന്ന് പോയതായിരുന്നേ. അപ്പോൾ കുടുംബശ്രീയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. പിന്നെ ചെമ്പരത്തി പൂവില്ലേ, എണ്ണ കാച്ചാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ചെമ്പരത്തി പൂവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴി തണ്ണിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. പിന്നെ വന്നിട്ടാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കറി വയ്ക്കാനായിട്ട് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേന ഇട്ടിട്ട് ചെമ്മീനും ചേനയും കൂടെ വറുത്തരച്ച് കറി ഉണ്ടാക്കാമെന്നൊക്കെ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്ന സമയത്ത് ഒരു വറയൊക്കെ താളിച്ച് അതിലേക്കൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞ് അതും ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുത്തു. പിന്നെ അരച്ചൂട്ട് കറിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ മുരിങ്ങക്കോലും തക്കാളിയും കൂടെ അരച്ചുകൂട്ട് കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീനും ചേനയും കൂടെ വറുത്തരച്ച കറിയെ. പിന്നെ അതിനുശേഷം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എടുത്തു. പിന്നെ നമ്മുടെ മുരിങ്ങക്കോലില്ലേ, അതും തക്കാളിയും കൂടെ അരച്ചു കൂട്ടി കറിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയെല്ലാം റെഡിയായി കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ ഇതുകൊണ്ട് തീരുകയാണ്. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ 2 ദിവസത്തെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് ഷോറൂം വരെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട്. മോൻ ഇന്നൊരു കാർ എടുക്കുന്ന ഒരു ദിവസവും കൂടിയായിരുന്നേ. അപ്പോൾ ഷോറൂമിൽ വന്ന് അപ്പോൾ ഞാനും മോനുണ്ട്, ചേട്ടായി ഉണ്ട്, എൻ്റെ ബ്രദറുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഷോറൂമിൽ വന്ന് അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മാരുതി ഇഗ്നിസാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് 2 മാസത്തോളമായി നമ്മളിത് വണ്ടി ബുക്ക് ചെയ്തിട്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കളർ പറഞ്ഞത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹരിയാനയിൽ നിന്ന് വണ്ടി വരണമായിരുന്നു. അപ്പോൾ നമുക്കിത് കൊച്ചി, അതായത് എറണാകുളത്ത് ഷോറൂമിൽ നിന്നാണ് നമുക്ക് വണ്ടി ഇറക്കേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ സമയമൊക്കെ നോക്കിയിട്ടാണല്ലോ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയം വെച്ചിട്ട് നമുക്ക് എറണാകുളത്ത് വരെ പോയിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് നമുക്കിവിടെ ചേർത്തല ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മോൻ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ നാരങ്ങയൊക്കെ വെച്ചിട്ട് മോൻ വണ്ടി അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വെച്ചാൽ കണിച്ചുളങ്ങര അമ്പലത്തിലോട്ടാണ്. അപ്പോൾ നമ്മൾ വാഹനം വാങ്ങിക്കുമ്പോൾ ആദ്യം നമ്മൾ കണിച്ചുളങ്ങര അമ്പലത്തിലാണ് പൂജിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ വന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താക്കോലൊക്കെ പൂജിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാന്തി വന്നിട്ട് പിന്നെ വണ്ടി പൂജിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നെ നടന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഇനി അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.